ഇന്ന് കേരളത്തിലെ ഭയങ്കര വലിയൊരു ചർച്ച നടക്കുകയാണ്. എം.ടി. വാസുദേവൻ നായർ ആരെയാണാവോ ഉദ്ദേശിച്ചതെന്നുള്ളത്. പ്രതിപക്ഷം പറയുന്നു ഇത് മുഖ്യമന്ത്രിയെ തന്നെയാണെന്ന്. എന്നാൽ ഭരണപക്ഷം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സൈഡിലുള്ളവർ പറയുന്നു ഇത് പ്രധാനമന്ത്രിയെ കുറിച്ചാണെന്ന്. അപ്പോൾ അത്രയും ഒരു വല്ലാത്തൊരു ചർച്ച നമ്മളുടെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തലക്കെട്ടായിട്ട് മാതൃഭൂമി ഇന്ന് ഇട്ടിരിക്കുന്നത് ആരെയാണാവോ എന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരുടെ ചെവിയിലും പ്രധാനമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. രണ്ടുപേരുടെ ചെവിയിലും ഒരു ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു ഫോട്ടോയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് സർവാധിപത്യത്തെയും വ്യക്തിപൂജയും പറ്റി എം.ടി. വാസുദേവൻ നായർ പ്രസംഗിച്ചത് ആരെ പറ്റിയാണെന്നാണ് ഇപ്പോൾ ചർച്ച. എം.ടി. ആരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും വാക്കുകൊണ്ടവർക്ക് ചോര പൊഴിഞ്ഞു. മുഖ്യമന്ത്രി ഇരുത്തി എം.ടി. പറഞ്ഞത് മുഖ്യമന്ത്രിയെ തന്നെയാണെന്ന വ്യാഖ്യാനവുമായി ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകരും പ്രതിപക്ഷവും രംഗത്തുണ്ട്. പ്രധാനമന്ത്രിയെയാണ് ഉദ്ദേശിച്ചതെന്ന് മറുവിഭാഗം CPM നേതാക്കളും വിശദീകരിക്കുന്നുണ്ട്. എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയെ കുറിച്ചാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലാണ് സൂര്യനായിട്ടും പലതായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പലവരുടെയും ഭാവനയിൽ ജനിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഉറപ്പായിട്ടും എം.ടി. വാസുദേവൻ നായർ പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഒരു സംശയം കൂടാണ്ട് പറയാം. പിന്നെ അവരതിനെ എതിർത്തേ പറ്റൂ. എം.ടി. വാസുദേവൻ നായരെ കുറ്റം പറയാനോ ഇനിയിപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പല സൈബർ ഇടങ്ങളും ഉണർന്ന് പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഈ പോരാളി ഷാജി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ എം.ടി. വാസുദേവൻ നായരിനെ ഒരു വല്ലാത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. അത് സാധിക്കില്ല. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് ആവും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് അത് ഇതുവരെ അനങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കത് രസകരമായിട്ട് തോന്നി. അതിൽ നമ്മുടെ VD സതീശൻ പറയുന്ന കാലം ആവശ്യപ്പെടുന്ന വാക്കുകൾ, എം.ടി. മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി പറഞ്ഞ മൂർച്ചയുള്ള വാക്കുകൾ ബധിരകർണങ്ങളിൽ പതിക്കരുത്. നിഷ്പക്ഷത നടിച്ച് സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും ചില മാധ്യമ പ്രവർത്തകരും ഈ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണം. VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷത്തിനുള്ള അവസരം എന്ന് പറഞ്ഞുകൊണ്ട് NS മാധവൻ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനെയും കേരളത്തിൽ വളർന്നു വരുന്ന BJPയെയും പരാമർശിക്കാതെ ഇടതുപക്ഷത്തെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് അവരെ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കും. ഒരു സംശയമില്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇങ്ങനെയല്ല. ഇതൊരു വല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോണത്. ഉറപ്പായിട്ടും നയിക്കാൻ ഒരു ലീഡർ വേണം, അതൊരു സംശയമില്ലാത്ത കാര്യം. പക്ഷേ ഇതൊരു വല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 100% പറയും, നരേന്ദ്രമോദിനെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞോളൂ. ഇനി അദ്ദേഹം തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. പക്ഷെ എൻ്റെ അറിവിൽ നരേന്ദ്രമോദിനെ ഇങ്ങനെ ഒരു ഉദ്ദേശിക്കേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും ഒരു സ്ട്രോങ് ഒരു ലീഡർ തന്നെയാണ് നരേന്ദ്രമോദി. പക്ഷെ ഇത്രയും ഒരു എന്താ പറയുക ഒരു അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ ഒരു ജനങ്ങളോടും അതുപോലെ തന്നെ മീഡിയയോടും ഒരു പ്രവർത്തിക്കുന്ന രീതികളും അതിനോട് എടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എത്ര ഒരു ധാർഷ്ട്യം എന്നൊക്കെ പറയില്ലേ, അത്രയും ഇതായിട്ടുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മോഡിയെ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഇത് മോദിയാണെന്ന്. അദ്ദേഹം അത്രയും നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ധാർഷ്ട്യം ഒരാളുടെ മുമ്പിലും കാണിച്ചിട്ടില്ല. എല്ലാവരെയും വളരെ നല്ല രീതിയിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് അദ്ദേഹത്തിനെ അല്ല പറഞ്ഞതെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പോകാം. വിമർശനം അവരുടെ കാര്യം കൊണ്ട് ഇത് വായിക്കണമല്ലോ. വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ. എം.ടി. പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തോന്നും. നേതൃപൂജയെ ഏറ്റവും അധികം എതിർക്കുന്നത് CPM ആണ്. എതിർക്കുന്നത് ഏറ്റവും ഒന്ന് ആലോചിക്കുക. പിണറായി വിജയനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച എല്ലാവരും കൂടി പറഞ്ഞത് സൂര്യഭഗവാനാണെന്നാണ്. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടിയെയോ അടിസ്ഥാനമാക്കിയല്ല പറഞ്ഞതെന്ന് എം.ടി. തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. അതും കൂടി നമ്മൾ ഓർത്തിരിക്കണം. E.P. ജയരാജൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായി തോന്നിയിട്ടില്ല. എം.ടിയുടെ വിമർശനം മുഖ്യമന്ത്രിക്കെതിരാണെന്ന് തോന്നിയിട്ടില്ല. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. EMS ജീവിച്ചിരിക്കുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നില്ല. വിമർശനം മാധ്യമങ്ങളെ ഉദ്ദേശിച്ചാകാം. സ്പീക്കർ AN ഷംസീർ ഒരു സ്ഥലത്തും തൊടാണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ മാധ്യമങ്ങൾക്കുള്ളതായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. മാധ്യമങ്ങൾക്കുള്ളതാവണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നോക്കാം.
കരുവന്നൂർ കേസ് രേഖകൾ ആവശ്യപ്പെട്ടിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഹർജി തള്ളി കേട്ടോ. രേഖകൾ ആവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് ഹർജി തള്ളിയിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED പിടിച്ചെടുത്ത രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജി പ്രത്യേക കോടതി തള്ളി. കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കൽ നിയമപ്രകാരമുള്ള കേസിൽ സമർപ്പിച്ച ഹർജി നിലനിൽക്കില്ലെന്ന് ED വാദമുന്നയിച്ചു. EDയുടെ അന്വേഷണം അട്ടിമറിക്കുന്നതിനുള്ള നീക്കമാണെന്നും വാദിച്ചു. അതുകൊണ്ട് തന്നെ അത് തള്ളി. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട, ഞാൻ ഈ ന്യൂസുകൾക്ക് ഇടയിലും ആദ്യം ഞാൻ ശ്രദ്ധിച്ച ഒരു ന്യൂസ് ഉണ്ട്. ഒരു പെൺകുട്ടിയുടെ മുടിയിൽ പോലീസ് ചവിട്ടി നിൽക്കുന്നത്. എനിക്കത് കണ്ടിട്ട് മനസ്സിലാവുന്നത്, എനിക്ക് ആ ഫോട്ടോ കാണുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇതിന്റെ അവിടെ നടന്ന കാര്യം എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോൾ ഈ പത്രം വായിക്കുമ്പോഴാണ്, സാധാരണ ഈ ന്യൂസുകൾ ഇന്നലെ കാണാറുണ്ട്. ഇതില് അറിയാതെ ചവിട്ടിയതാണ്. കാരണം മുടി ഉറപ്പായിട്ടും അഴിഞ്ഞു കിടക്കുമ്പോൾ അത് വീണ് കിടക്കുന്ന ഒരു സ്ത്രീയാണ്. അവര് ആ പോലീസുകാരുടെ റിയാക്ഷൻസും കാര്യങ്ങളും കാണുമ്പോൾ അവർ പിടിച്ചു മാറ്റാനുള്ള ശ്രമമാണ്. അപ്പൊ അതിനിടയിൽ മുടി പെട്ടുപോയതാവും, അല്ലാണ്ട് മനഃപൂർവ്വം മുടിയിൽ ചവിട്ടി നിൽക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അത്രയും മൃഗീയമായ രീതിയിലേക്ക് ഒരിക്കലും പോലീസ് പോവില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതും ഒരു സ്ത്രീക്കെതിരെ ഉറപ്പാണ്. അമിതാധികാര പ്രവണതയ്ക്കെതിരെ കോഴിക്കോട് കടപ്പുറത്തു നിന്നുള്ള MTയുടെ ഓർമ്മപ്പെടുത്തലിന്റെ അലയൊലി അടങ്ങിയിട്ടില്ല. അതിനിടെയാണ് കണ്ണൂർ പോലീസ് നടപടി കണ്ട് ദുശാസനന്റെ കഥ പറഞ്ഞ ചിലതൊക്കെ ആവർത്തിക്കപ്പെടുമെന്ന് കേരളത്തിൽ കഥാകാരൻ T. പത്മനാഭന്റെയും ഓർമ്മപ്പെടുത്തൽ. റിയയുടെ മുടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മനാഭൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനത്തിൽ വ്യാഴാഴ്ച കണ്ണൂരിൽ ഒരു ദുരന്തമുണ്ടായി. റിയ നാരായണൻ എന്ന ഒരു പ്രതിഷേധക്കാരിയെ വനിതാ പോലീസ് നിലത്ത് തള്ളിയിട്ടതിന് ശേഷം അവരുടെ തലമുടി ബൂട്ടിട്ട് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് ഒന്നിലധികം പോലീസുകാർ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മുകളിലേക്ക് വശങ്ങളിലേക്കും പിടിച്ചു വലിക്കുന്നു. അവരുടെ വസ്ത്രങ്ങൾ കീറുന്നു. അവർ നിലവിളിക്കുന്നു. ഈ രംഗം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് മഹാഭാരതത്തിലെ ഒരു രംഗമാണ്. രജസ്വലയും നിരാലംബയും മായ പാഞ്ചാലിയെ ദുശാസനൻ വലിച്ചഴിച്ച് രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്നു. അവരുടെ വസ്ത്രം കീറുന്നു, വലിച്ചഴയ്ക്കുന്നു. ആരും സഹായത്തിന് എത്തുന്നില്ല. അന്ന് അപമാനിതയായ പാഞ്ചാലി ഒരു ശപഥം ചെയ്യുകയുണ്ടായി. കുരുവംശത്തിന്റെ നാശത്തിന് ശേഷമേ എന്റെ അഴിഞ്ഞ ഈ മുടി ഞാൻ കെട്ടുകയുള്ളൂ. പിന്നീടുണ്ടായത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെയും വിമർശിക്കാനല്ല ഞാൻ എഴുതുന്നത്. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയോ പോലീസിന്റെ തലപ്പത്തുള്ളവരോ ആയോ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ചെറിയ കുറിപ്പ് അവസാനിപ്പിക്കാം. ചരിത്രത്തിന് ഒരു സ്വഭാവമുണ്ട്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും. അത് മറക്കാതിരുന്നാൽ നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അതെങ്ങനെയാണെന്ന്, ആവണമെന്നില്ല. അതിങ്ങനെ പിടിച്ചു വലിക്കുന്നതിന്റെ ഇടയിൽ അറിയാണ്ട് മൂടി അഴിഞ്ഞു കിടന്നുകൊണ്ട് ചവിട്ടിയതാവാം. ഇത് ഞാൻ ന്യായീകരിക്കുന്നതോ ഒന്നുമല്ല. എനിക്ക് തോന്നിയ ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ സമീപനം രണ്ടും തന്നെയാണ് പ്രതിപക്ഷത്തിനോടും ഭരണപക്ഷത്തിനോടുള്ളത്. അത് 100% പോലീസിന്റെ സൈഡിൽ നിന്നും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ കണ്ണൂര് കോളേജിൽ കണ്ടതാണ്. മോളെ വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോണ സീനുകൾ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് മൃഗീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരുടെ സമീപനങ്ങൾ തെറ്റ് തന്നെയാണ്. പക്ഷെ ഈ ഒരു മുടിയിൽ ചവിട്ടി പിടിച്ചത് ഒരിക്കലും അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. കാരണം അവരുടെ വലിയൊരു ഫോട്ടോ, ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, വലിയൊരു ഫോട്ടോ കാണുമ്പോഴും ഈ മുടിയുടെ ചവിട്ടി പിടിച്ച ഫോട്ടോ കാണുമ്പോഴും നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് വെറുതെ നമുക്ക് ആരോപിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇവര് സമരക്കാരോടുള്ള ഇവരുടെ സമീപനം വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപനമാണെന്ന് 100% പറയാം. കാരണം നമ്മൾ രണ്ടും കാണുന്നുണ്ട്. നമ്മൾ മനുഷ്യരാണ്, നമ്മളൊക്കെ സാധാരണ ജനങ്ങളാണ്. നമ്മളിതിൽ പത്രത്തിലൂടെയും അതുപോലെ തന്നെ TV-യിലൂടെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വരുന്നത്. അത്ര എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇത് നമ്മുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുളത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ അഴീക്കോട് ബ്ലോക്ക് സെക്രട്ടറി റിയ നാരായണനെ പോലീസ് മർദ്ദിച്ച് വാഹനത്തിലേക്ക് കയറ്റുന്നു. ഇൻസെറ്റിൽ റിയ നാരായണന്റെ മുടിയിൽ പോലീസ് ബൂട്ടിട്ട് ചവിട്ടുന്ന ദൃശ്യവും ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ സംഭവം ഇതാണ്. 7.5 വർഷം, ഇനി അടുത്ത ന്യൂസിലേക്ക് പോകും. 7.5 വർഷം മുമ്പ് കാണാതായ സേനാ വിഭാഗത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി. വിമാനത്തിലുണ്ടായിരുന്നത് 29 സൈനികരാണ്. അവശിഷ്ടങ്ങൾ ബംഗാൾ ഉൾക്കടലിൽ. 7.5 വർഷം മുമ്പ് 29 സൈനികരുമായി കാണാതായ വ്യോമസേന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ബംഗാൾ ഉൾക്കടലിൽ കണ്ടെത്തി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി വിന്യസിച്ച ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിളാണ്
ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങൾ പകർത്തിയത്. ചെന്നൈ തിരുത്തനി 310 കിലോമീറ്റർ അകലെ സമുദ്രത്തിന്റെ 3.4 കിലോമീറ്റർ ആഴത്തിലാണ് അവശിഷ്ടങ്ങൾ. AN-32 വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയെന്ന് ചിത്രങ്ങളുടെ സൂക്ഷ്മ പരിശോധനയിൽ വ്യക്തമായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വളരെ വിഷമമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വെറ്റിനറി സർവകലാശാലയിൽ കൃത്രിമ തസ്തിക 156 സാങ്കല്പിക തസ്തികയിൽ നിയമനത്തിന് നീക്കം. 156 സാങ്കല്പിക തസ്തിക എന്തൊക്കെയാണോ? നിയമനം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക്. ഓക്കെ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കൃത്രിമമായി തസ്തികകൾ സൃഷ്ടിച്ച് 156 അധ്യാപക നിയമനത്തിന് നീക്കം. ജനുവരി 9 നടന്ന സർവകലാശാലയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് യോഗത്തിലാണ് വൻ അഴിമതിക്ക് കളമൊരുക്കുന്ന തീരുമാനം. സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിൽ ഉൾപ്പെടുത്താത്ത പുതുതായി 7 വകുപ്പുകൾ രൂപവൽക്കരിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഇല്ലാത്ത തസ്തികകളിലേക്കാണ് നിയമനത്തിന് ഒരുങ്ങുന്നത്. നിലവിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് സ്ഥാനക്കയറ്റവും നൽകിയെന്നും സങ്കല്പിച്ച് അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒഴിവുകളിലേക്കാണ് നിയമനം. അടിപൊളി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു, എന്നിട്ട് കുറെ ഒഴിവുകൾ ഉണ്ടാക്കുന്നു. ഗംഭീരം. അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ട് അത് നടന്നുകൊണ്ടിരിക്കും. ഇനി ചോദിച്ചാൽ പോലും ഒരു കാര്യമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വായിച്ചു വെറുതെ സമയം നമ്മുടെ കളയണ്ടെന്ന് തോന്നുന്നു. ഇതുപോലുള്ള കൃത്രിമ തസ്തികകളും ഒക്കെയാണ്, സാങ്കല്പിക തസ്തികകളും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗംഭീരം. ദൈനംദിന ചെലവുകൾക്കും ശമ്പളം പെൻഷൻ വിതരണത്തിനും സർവകലാശാല തന്നെ ബുദ്ധിമുട്ട് നേരിടുമ്പോഴാണ് വർഷം 20 കോടിയിലധികം രൂപ അധിക ബാധ്യത ഉണ്ടാക്കുന്ന നീക്കം. യോഗത്തിൽ സർക്കാർ പ്രതിനിധികൾ നാമമാത്രമായ എതിർപ്പ് പ്രകടിപ്പിച്ചതല്ലാതെ ഈ അധികാര ദുർവിനിയോഗം തടയാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമവുമില്ല. നമുക്ക് പ്രധാനപ്പെട്ട ന്യൂസ് പറഞ്ഞാൽ ഷിൻഡെ നേതൃത്വത്തിന്റെ വിപ്പ് ഉദ്വ് വിഭാഗത്തിന് ബാധകം, ഇല്ലെങ്കിൽ അയോഗ്യരാക്കുമെന്ന് സ്പീക്കർ. മഹാരാഷ്ട്ര നിയമസഭയിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയെ ഔദ്യോഗികമായി പക്ഷമായി അംഗീകരിച്ചതിനാൽ അവരുടെ വിപ്പ് ഉദ്വ് വിഭാഗം അംഗീകരിക്കണമെന്നും ഇല്ലെങ്കിൽ അയോഗ്യത നേരിടണമെന്നും സ്പീക്കർ രാഹുൽ നർവേക്കർ ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സ്പീക്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. നമുക്കതിനെക്കുറിച്ച് അറിയേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല, വലിയ സംഭവങ്ങളൊന്നുമില്ല. ജനത്തിനെ സംബന്ധിച്ച കാര്യമൊന്നുമില്ല. ഇത് വെറും രാഷ്ട്രീയമാണ്. കടമെടുപ്പിന് കേന്ദ്രത്തിന്റെ കടിഞ്ഞാണിടൽ. കേരളത്തിന്റെ പരാതിയിൽ മറുപടി തേടി സുപ്രീം കോടതി. സംസ്ഥാനത്തിന്റെ കടം വാങ്ങൽ ശേഷിക്ക് കേന്ദ്രം പരിമിതി അടിച്ചേൽപ്പിക്കുന്ന ആരോപിച്ച് കേരളം നൽകിയ പരാതി ഈ മാസം 25-ന് കേൾക്കാൻ സുപ്രീം കോടതി. പെൻഷനും മറ്റും നൽകേണ്ടതിനാൽ ഇക്കാര്യത്തിൽ ഇടക്കാല ഉത്തരവ് ഇറക്കണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും ജസ്റ്റിസുമാരായ സൂര്യകാന്തും KV വിശ്വനാഥനും അടങ്ങുന്ന ബെഞ്ച് തയ്യാറായില്ല. കേസിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ട അറ്റോർണി ജനറൽ R വെങ്കട്ടരമണിക്ക് കോടതി സമൻസ് നൽകി. കേന്ദ്രവുമായുള്ള സംസ്ഥാനങ്ങളുടെ തർക്കം തീർപ്പാക്കാൻ ഭരണഘടനയുടെ 131 വകുപ്പ് പ്രകാരം സുപ്രീം കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് ഒറിജിനൽ സ്യൂട്ട് ഹർജിയാണ് കേരളം നൽകിയത്. ഗുരുതരമായ വിഷയമാണിതെന്നും പെൻഷനും മറ്റും കൊടുക്കേണ്ടതിനാൽ സുപ്രീം കോടതിയിൽ ഇടക്കാല ഉത്തരവ് വേണമെന്നും കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഈ മാസം 25-ന് കേസ് പരിഗണിക്കാമെന്നും പറഞ്ഞ് കോടതി അറ്റോർണിക്ക് സമൻസ് അയക്കാനും തീരുമാനിച്ചു. ഒറിജിനൽ സ്യൂട്ടായതിനാലാണ് കേന്ദ്രത്തിന് നോട്ടീസ് നൽകാതെ അറ്റോർണി സമൻസ് അയച്ചത്. രാഹുലിന്റെ യാത്ര നാളെ തുടങ്ങുകയാണ്. നമ്മുടെ തൗബാലിലേക്ക് വേദി മാറ്റിയിട്ടുണ്ട്. ഇംഫാൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര മണിപ്പൂരിലെ തൗബാലിലുള്ള സ്വകാര്യ മൈതാനത്ത് നിന്ന് ഞായറാഴ്ച തുടങ്ങും. തലസ്ഥാനമായ ഇംഫാലിൽ പൊതു മൈതാനത്ത് നിന്ന് യാത്ര ആരംഭിക്കാൻ നേരത്തെ കോൺഗ്രസ് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് അനുമതി ലഭിച്ചത്. ഇതോടെയാണ് അവസാന നിമിഷം വേദി 34 കിലോമീറ്റർ അകലേക്ക് മാറ്റാൻ നിർബന്ധിതരായെന്ന് മണിപ്പൂർ PCC അധ്യക്ഷൻ കേശവ് മേഘചന്ദ്ര പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ന്യായ യാത്ര, കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രയായിരുന്നു, ഇത്തവണ ഭാരത് ജോഡോ ന്യായ യാത്രയാണ്. സൈനിക വാഹനങ്ങൾക്ക് നേരെ പുഞ്ചിൽ ഭീകരാക്രമണം. ഈ പുഞ്ചിൽ എന്താണ് നടക്കണം? ജമ്മു കാശ്മീർ പുഞ്ചിൽ സൈനിക വാഹന വ്യൂഹത്തിനെതിരെ ഭീകരർ വെടിവെച്ചു. ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച വൈകിട്ട് കൃഷ്ണഗഡിയിലാണ് സംഭവം. തൊട്ടടുത്ത മലയിൽ നിന്ന് ഉൾപ്പെടെ സൈന്യത്തിന് നേരെ വെടി ഉതിർത്ത ശേഷം ഭീകരർ രക്ഷപ്പെട്ടതായെന്ന് വിവരം. സൈന്യം തിരിച്ചും വെടിയുതിർത്തു. പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ അഭിമുഖത്തിനിടെ കാർഷിക സർവകലാശാല ഡയറക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. ഒരുപാട് പേര് ഇപ്പൊ ഒരു പഠനം
ഞാൻ ഏതോ ഈ പത്രത്തിൽ തന്നെ നമ്മൾ അന്ന് വായിച്ചാണ്, ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നത് വല്ലാതെ കൂടിയിട്ടുണ്ട്. തത്സമയ ചാനൽ അഭിമുഖത്തിനിടെ കാർഷിക സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. മണ്ണുത്തി കാർഷിക സർവകലാശാല പ്ലാനിംഗ് വിഭാഗത്തിലെ ഡയറക്ടർ കടക്കൽ തെക്കേമഠത്തിൽ പ്രൊഫസർ അനി എസ് ദാസ് ആണ്, 59 വയസ്സായിരുന്നു, മരിച്ചത്. ദൂരദർശൻ കൃഷി ദർശൻ പരിപാടിക്കിടെയാണ് ഉത്തരം പറയുന്നതിനിടെ ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിച്ചിരുന്നു. കൊല്ലം കടക്കൽ സ്വദേശിയാണ്. ഇപ്പോൾ എറണാകുളം തൃപ്പൂണിത്തുറയിലാണ് താമസം. വെള്ളിയാഴ്ച 6:10 പരിപാടി തുടങ്ങിയത്. അവതാരകൻ ഡോക്ടർ ഷാഹുൽ ഹമീദ് ചോദ്യം ചോദിച്ചു തുടങ്ങി. 6:15 ആയപ്പോൾ അനി എസ് ദാസിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഉത്തരം പൂർത്തിയാക്കാനായില്ല. സാങ്കേതികമായി കേരളം മുന്നിലാണ്. എല്ലാ മൃഗാശുപത്രിയിലും ഡോക്ടർമാരുണ്ട്. ഏറ്റവും യോഗ്യതയുള്ള ഡോക്ടർമാരുടെ കൂട്ടം കേരളത്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയായിരുന്നു. 2024 കാർഷിക മൃഗസംരക്ഷണ മേഖലയുടെ പ്രതീക്ഷകൾ എന്നതായിരുന്നു പരിപാടിയുടെ വിഷയം. കേരളം കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ് മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ, പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ മാനേജിംഗ് ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ചാനൽ ചർച്ചയ്ക്കിടെയാണ് അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സോ ഇതൊക്കെ തന്നെയാണ് ഫ്രണ്ട് പേജിലുള്ളത്. അടുത്ത പേജിലേക്ക് പോവാം. കുറച്ച് കൂടുതൽ സമയമായെന്ന് തോന്നുന്നു അല്ലേ. മൂന്നാമത്തേലും ഒരു ഫുൾ പേജ് പരസ്യമാണ്. ന്യൂസ് ഓണറ്റ്, കിയയുടെ ന്യൂസ് ഓണറ്റിന്റെ ഫുൾ പരസ്യമാണ്. പിന്നെ ഉള്ളത് നാട്ടുവർത്തമാനം. മുസ്ലിം ലീഗ് യോഗത്തിൽ ബഹളം, കയ്യാങ്കളി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ട്. കടയുടമയുടെ വെട്ടയേറ്റയാൾ മരിച്ചു. കൊലയ്ക്ക് കാരണം കടയ്ക്ക് മുന്നിൽ ഇരുന്നതിന് ചൊല്ലിയുള്ള തർക്കം. ഈ ആൾക്കാർക്ക് നമ്മളുടെ ഉള്ളിലെ ഈഗോ ഹേർട്ടായി കഴിഞ്ഞാൽ ഏത് ലെവലിൽ നമ്മൾ വർക്കാവും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വമാണെന്നില്ല. നമുക്ക് ദേഷ്യം നമ്മുടെ എന്തെങ്കിലും കിട്ടി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് നമുക്കൊന്നും, നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്ന ആൾക്കോ ഒന്നും സംഭവിക്കാത്തത്. അല്ലെങ്കിൽ ഇത് ഒരുപാട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇതെൻ്റെ ഒരു വെറുതെ ഉള്ളൊരു സ്റ്റഡിയുടെ അല്ലെങ്കിൽ എൻ്റെ തോന്നലാണ് ഞാൻ പറഞ്ഞ കേട്ടോ. യുവതിയെ വീട്ടിൽ അതിക്രമിച്ച് കയറി ആക്രമിച്ചത് പ്രതി പിടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാട്ടുവർത്തമാനങ്ങളും കാര്യങ്ങളും ഉണ്ട്. കിഴക്കമ്പലത്താണ് അത് നടന്നിരിക്കുന്നത്. ഇരുമ്പനത്താണ് മറ്റേ കടയുടമയുടെ വെട്ടയേറ്റ ആൾ മരിച്ചത്. സൗജന്യ തൊഴിലധിഷ്ഠിത കോഴ്സ്, അനധികൃത നിർമ്മാണം പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു. ഇതൊക്കെ തന്നെ നാട്ടുവർത്തമാനം എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാത്ത ന്യൂസസും ഉണ്ട് കേട്ടോ. ഇനി 4:5 പോകുമ്പോൾ സൗഹാർദ്ദ ഭൂമിയിൽ അയ്യപ്പ സ്മരണയിൽ എരുമേലി പേട്ടതുള്ളൽ നടന്നു. എരുമേലിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലാണ്. മതമൈത്രിയുടെ സംഗമഭൂമിയിൽ ഭക്തി പകർന്ന് എരുമേലി പേട്ടതുള്ളൽ വർണ്ണവൈവിധ്യങ്ങളോടെ അമ്പലപ്പുഴ സംഘവും താളാത്മകമായ ആലങ്ങാട് സംഘവും ചുവടുകൾ വെച്ചപ്പോൾ എരുമേലിയിൽ ഭക്തിയും സൗഹൃദവും പേട്ട കെട്ടിയാടി എന്ന് പറഞ്ഞു. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് 12 നിന്ന് സന്നിധാനത്തേക്ക് പോകുന്നു. മകരവിളക്ക് ശബരിമലയിൽ സുരക്ഷ ഉറപ്പാക്കണം ഹൈക്കോടതി. ഭയങ്കര ജനമാണ് കേട്ടോ ശബരിമലയിലേക്ക്. എനിക്കെന്താ പറയുക, ഞാൻ എൻ്റെ വീട് പെരുമ്പാവൂർ MC റോഡ് ആയതുകൊണ്ട് എന്തുമാത്രം അയ്യപ്പന്മാരുടെ വണ്ടികളാണ് പോണെന്നറിയോ. കഴിഞ്ഞ വർഷത്തിനേക്കാളൊക്കെ കൂടുതലാണ്. അപ്പോൾ മകരവിളക്കിൽ അത്ര ജനമായിരിക്കും. ഒരിക്കലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ അത്രയും പോലീസുകാരും അത്രയും സുരക്ഷയും ഒരുക്കുക തന്നെ വേണം. എല്ലാവർക്കും അത് കാണാനും സാധിക്കണം എന്നേ പറയാനുള്ളൂ. അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ, ഇല്ലാത്ത ഉപകരണങ്ങൾ സംഘടിപ്പിച്ച സർക്കാർ ആശുപത്രിയിൽ ഒരു ശസ്ത്രക്രിയ, അത് വായിക്കണ്ടാണല്ലോ. തോപ്പുംപൊടി, കെടുകാര്യസ്ഥതയുടെ പേരിൽ സർക്കാർ ആതുരാലയങ്ങൾ നിരന്തരം പ്രതിക്കൂട്ടിലാകുമ്പോൾ ഇവിടെ ഇതാ ഒരു ഡോക്ടർ ഉപകരണങ്ങൾ സംഘടിപ്പിച്ച് രോഗിക്ക് ശസ്ത്രക്രിയ നടത്തി. കൊച്ചി കരുവേലിപ്പടി മഹാരാജാസ് താലൂക്ക് ആശുപത്രിയിലാണ് കോട്ടയം സ്വദേശിയായ ഡോക്ടർ TN ജിജു സ്വന്തം പ്രയത്നം കൊണ്ട് ശസ്ത്രക്രിയയ്ക്കുള്ള സംവിധാനം ഒരുക്കിയത്. വയറുവേദനയായി വന്ന രോഗിക്ക് ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർ തീരുമാനിച്ചു. കീഹോൾ സർജറിയാണ് തീരുമാനിച്ചത്. എന്നാൽ അത്യാവശ്യമായ സൗകര്യമുണ്ടെങ്കിലും ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കീഹോൾ സർജറി നടത്താൻ ആരും മുതിർന്നിട്ടില്ല. ഡോക്ടർ ജിജു ഇത്തരം ശസ്ത്രക്രിയ നടത്തുന്നതിന് പരിശീലനം നേടിയത് അടുത്ത കാലത്താണ്. ഡൽഹിയിൽ നിന്നും DMMS വിജയകരമായി പൂർത്തിയാക്കിയ അദ്ദേഹം ഇല്ലാത്ത ഉപകരണങ്ങൾ കൂടി സംഘടിപ്പിച്ച് ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ചില ഉപകരണങ്ങൾ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ചു നൽകി. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ നടത്തിയ രോഗി സുഖമായിരിക്കുന്നു. ആശുപത്രിയിൽ ജനറൽ സർജറി ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജിജു 2 വർഷമായി ആശുപത്രിയിലുണ്ട്. ഈ ആശുപത്രിയിലെ ഒരേ ഒരു സർജനും ഇദ്ദേഹമാണ്. ഇടപ്പള്ളിയിലാണ് താമസം. സൂപ്പർ. അപ്പോൾ നമുക്കൊരു വലിയ കയ്യടി നമ്മളുടെ ഡോക്ടർ ജിജുവിന് കൊടുക്കേണ്ടതാണ്. ഇല്ലാത്ത ഉപകരണങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ് അദ്ദേഹം ആ സർക്കാർ ആശുപത്രിയിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയത്. അതിനൊരു ധൈര്യം വേണം.
കാരണം എന്ത് സംഭവിക്കാൻ നമുക്കറിയില്ല, നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവില്ല. ഇതിലെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇദ്ദേഹം ഒറ്റപ്പെട്ടു പോകും. ഏത് ലെവലിൽ പോകുന്നുള്ള ദൈവത്തിന് മാത്രമേ. കാരണം എന്തിനാ നിങ്ങൾ ചെയ്ത്, നിങ്ങളുടെ അവിടെ കൃത്യമായിട്ട് ഇതൊന്നും ഇല്ലാത്തതല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ ഈ റിസ്ക് ഒക്കെ എടുക്കണേ, നിങ്ങൾക്ക് ആളാവാൻ വേണ്ടിയല്ലേ എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് വരും. ഇത് വിജയിച്ചത് കൊണ്ട് എല്ലാവരും പറയും കൊള്ളാട്ടോ, അങ്ങനെയെങ്കിലും കണ്ട് ഈ ആശുപത്രികളിലേക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. വേമ്പനാട് കായൽ കയ്യേറ്റം ജലസംഭരണ ശേഷി 85.3% കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ വേമ്പനാട് കായൽ കയ്യേറിയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ. വേറെ പെൻഷൻ പ്രായം കൂട്ടണം, KP കണ്ണൻ പറഞ്ഞിട്ടുണ്ട്. ലോക്സഭ ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ സാധ്യത തേടി ലീഗ്, മുസ്ലിം ലീഗ് അവിടെ സാധ്യത തേടുന്നുണ്ട്. അകത്തൊരു നോട്ടീസ് ഉണ്ട്. നോട്ടീസ് എന്താണ്? മയൂരി 10 days സൂപ്പർ സെയിൽ ആണ്, 50% ഫർണിച്ചർ ഷോപ്പാണ്. സോ ആവശ്യമുള്ളവർക്ക് അവിടെ പോകും. അത് എവിടെയാണെന്ന് കൂടി പറഞ്ഞേക്കാട്ടോ. ഓപ്പോസിറ്റ് താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴയാണ്. നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പോഴത്തേനും എന്താണ് പറയുക, 6ലും 7ലും വാണിജ്യവും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചെങ്കടലിൽ ഉലഞ്ഞ് കയറ്റുമതി. കൊച്ചി ടു യൂറോപ്പ് കണ്ടെയ്നർ നിരക്കിൽ 400% വരെ വർധനവ് നടന്നിട്ടുണ്ട് കേട്ടോ. കണ്ടെയ്നർ നിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, അയോധ്യയിൽ സ്വർണ്ണത്തിളക്കവുമായി കല്യാൺ ജ്വല്ലേഴ്സിന്റെ 250ാം ഷോറൂം. അയോധ്യയില് കല്യാൺ സിൽക്സിന്റെ 250ാമത്തെ ഷോറൂം തുറന്നിരിക്കുകയാണ്. February 9 അമിതാഭ് ബച്ചൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. മുത്തൂറ്റ് ഫിൻകോർപ്പ് 300 കോടി രൂപ സമാഹരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ഓഹരിയാക്കി മാറ്റാനാവാത്ത സുരക്ഷിത റിഡീമബിൾ കടപ്പത്രങ്ങളുടെ 300 കോടി രൂപ സമാഹരിക്കും. 1000 രൂപ വീതം മുഖവിലയുള്ള NCDകളുടെ വിതരണം ആരംഭിച്ചു. നമ്മുടെ ഈ മുത്തൂറ്റ് നടന്നുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇന്റൽ മണിയുടെ ഏകദേശം എനിക്ക് തോന്നുന്നു 17ാം തീയതി മുതൽ, ജനുവരി 17ാം തീയതി മുതൽ ഇതുപോലെ NCD സ്റ്റാർട്ട് ചെയ്യാണ്. അത് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ ശരിക്കും കടപ്പത്രങ്ങളാണ്. ഭയങ്കര സേഫ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ഒരു രീതിയാണ്. നല്ല പലിശയാണ്. നിങ്ങൾ ഈ നമ്മൾ സേവിങ്സ് ആയിട്ട് കൊണ്ടിടുന്ന പൈസയ്ക്ക് കിട്ടുന്ന മാക്സിമം 6, 5, 6, 7 അങ്ങനെയൊക്കെ ഉള്ളതാണ്. 7 കിട്ടുന്ന ആ ഒരു സീനിയർ സിറ്റിസൺ ആ ഒരു വേറൊരു രീതിയിലൊക്കെയാണ്. പക്ഷെ ഇവിടെ കിട്ടുന്നതൊക്കെ ഡയറക്റ്റ് 11, 12 രീതിയാണ്. സേഫാണ്. ഇത് ഗോൾഡ് ലോൺ കമ്പനിയാണ്, ഇന്റൽ മണി ആണെങ്കിലും മുത്തൂറ്റൊക്കെ. സോ ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ എടുക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, എൻ്റെ കമ്പനിയാണ്. സൗദി ജയിലിലായിരുന്ന എഞ്ചിനീയർ മോചിതനായി നാട്ടിലെത്തി. ഗംഭീരം. എന്തായിരിക്കും സൗദിയിലൊക്കെ ജയിലിൽ കിടക്കുമ്പോഴേ ഇടപെട്ടവരിൽ പത്മശ്രീ ലഭിച്ച സൗദി വനിതയും ഉണ്ടായിരുന്നു കേട്ടോ. സാമൂഹിക മാധ്യമം ദുരുപയോഗം ചെയ്യുന്ന കേസിൽ സൗദി അറേബ്യയിൽ അറസ്റ്റിലായി 10 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ആലപ്പുഴ സ്വദേശിയായ യുവ എഞ്ചിനീയർ ജയിൽ മോചിതനായി. സൗദിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന തിരുവമ്പാടി പോക്കാട് വീട്ടിൽ വി കൃഷ്ണദേവ് 34 വയസ്സായിരുന്നു മോചിതനായി നാട്ടിലെത്തിയത്. എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പാണ്. 24 വയസ്സായപ്പോൾ ജയിലിൽ പോയത്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ സൗദി വനിതയും അറബ് യോഗ ഫൗണ്ടേഷൻ സ്ഥാപകനുമായ നൌഫ് മുഹമ്മദ് അൽ മർവായി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകളിലൂടെ ശിക്ഷ 5 വർഷമായി ഇളവ് ചെയ്യുകയായിരുന്നു. 10 വർഷമായിരുന്നു, 5 വർഷമായിട്ട് കുറച്ച് അങ്ങനെയാണ് പുറത്തു വന്നത്. സൗദിയിൽ 2018 സൈബർ നിയമം കർശനമാക്കിയതിനു ശേഷമാണ് ശിക്ഷിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരന്റെ കേസാണിത്. പിഴത്തുകയായി വിധിച്ചിരുന്ന 1.5 ലക്ഷം സൗദി റിയാലാണ്. ശിക്ഷിക്കപ്പെട്ട സമയത്ത് 34 ലക്ഷം രൂപയാണ്. ഇതും അടയ്ക്കേണ്ടി വന്നില്ല. ഭാഗ്യം കേട്ടോ. അല്ലെങ്കിൽ 34 ലക്ഷം രൂപയ്ക്ക് അടച്ച എന്തായാലും അവസ്ഥ. ആരംകോ കമ്പനിയുടെ കരാർ ഏറ്റെടുത്ത് നടത്തുന്ന നാസർ അൽ ഹാജറി കോർപ്പറേഷൻ 2012 മുതൽ പ്രോജക്ട് പ്ലാനിംഗ് എഞ്ചിനീയറായിരുന്നു വിഷ്ണു ദേവ്. ലണ്ടൻകാരി. ആരംകോയിലായിരുന്നു എൻ്റെ വൈഫിൻ്റെ റീക്കയുടെ അച്ഛൻ വർക്ക് ചെയ്തിരുന്നത്. ആരംകോ ഭയങ്കര വലിയൊരു കമ്പനിയാണ്. ഞാൻ പറഞ്ഞ കേട്ടാണ്. ഇവരൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഇവർ പറയണ വലിയൊരു ടൗൺഷിപ്പ് പോലെയാണ് ഇതിൻ്റെ അകത്ത്. ആരംകോ അത്ര ഹെവിയാണ്. അതിൻ്റെ അകത്ത് സൗദിയിലാണെങ്കിലും അതിൻ്റെ അകത്ത് മാത്രം ഭയങ്കര ഫ്രീഡം കാര്യങ്ങളാണ്. കാരണം അതൊരു എനിക്ക് തോന്നുന്നു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. സോ അതുകൊണ്ട് അതിൻ്റെ അകത്ത് മുഴുവൻ ഫോറിനേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാ ഫ്രീഡംസും അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ, അവരുടെ ഒരു ഏരിയയിൽ. സോ സൗദിയിൽ ഏറ്റവും ഫ്രീഡം കിട്ടുന്ന ഒരു സ്ഥലം അതായിരുന്നു എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഈ റിയയുടെ അമ്മയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ പർദ്ദ ഇട്ടിട്ടാണ് പുറത്തിറങ്ങേണ്ടി വരിക. സോ അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു സൗദി. ഇന്നിപ്പോൾ സൗദി ഒരുപാട് ഫ്രീഡംസും കാര്യങ്ങളും വന്നിട്ടുണ്ട്, തിയേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കാര്യങ്ങളാണ്. അദ്ദേഹം രക്ഷപ്പെട്ടു. വി രാധാകൃഷ്ണൻ നായരും വിഷ്ണുദേവും അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും കാര്യമാണ്. എന്തൊരു സന്തോഷമായിരിക്കില്ല അവർക്ക്. അവരുടെ ഒരു മനസ്സിൽ ഇനി രക്ഷപ്പെടൂ എന്തൊക്കെയായിരിക്കും. അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് മോദിയെ തിരഞ്ഞെടുത്തത് ശ്രീരാമൻ. അദ്വാനി പറഞ്ഞിരിക്കുകയാണ്. ശ്രീരാമനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മോദിയെ.
കാരണം ആ അമ്പലം ഈ ഒരു സമയത്ത് തുറക്കാനും ഒക്കെ കാരണമായതുകൊണ്ടാണ് അദ്വാനി അങ്ങനെ പറയുന്നത് കേട്ടോ. അത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. 6 ജില്ലകൾക്ക് തിങ്കളാഴ്ച അവധിയുണ്ട്. മകര പൊങ്കൽ പ്രമാണിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്ക് തിങ്കളാഴ്ച സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 8ലും 9ലേക്കും പോകുമ്പോഴത്തേനും വളരെ പ്രധാനപ്പെട്ട മാലദ്വീപിൽ ഇന്ത്യ ഔട്ട്, ചൈന ഇൻ, മൊയ്സുവിന്റെ തീക്കളി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇന്ത്യയുമായുള്ള ദൃഢമായ ബന്ധമാണ് മൊയ്സ് പൊട്ടിച്ചു നീക്കുന്നത്. പൊട്ടിച്ചു നീക്കട്ടെ, നമുക്ക് എന്താ മാലദ്വീപ്സിൽ എന്താണ് വലിയ സംഭവം ഉണ്ടോ? നമുക്ക് അതുപോലത്തെ 100 കണക്ക് അതിനേക്കാൾ മുകളിലുള്ള ഗംഭീര സ്ഥലങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. മോനെ, കളിക്കുന്നത് ആരോടാ, അത് നീ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വാക്കിൻ മുന്നേറ്റ സർവാധികാരി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുകൾ നടക്കുന്നുണ്ട്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ MT പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും MT പറഞ്ഞത് കറക്റ്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കണ്ണില്ലാതെ പോലീസ്. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ പോലീസ് അതിക്രമം, വനിതാ നേതാവിന്റെ മുടിയിൽ ചവിട്ടി വലിച്ചു. അത് പറയുന്നത് അതേപോലെ തന്നെ ലാത്തി വെച്ചിട്ട് ഒരാളുടെ കണ്ണിന്റെ അവിടെയാണ് വന്ന് ഇടിക്കണത്. അത് എനിക്കറിയില്ല ഇതെന്തെങ്ങനെ നടക്കണം. നമ്മൾ ഇത്രയും വൃത്തികെട്ട രീതിയിൽ പോലീസ് പോകരുത്. കാരണം 2 ന്യായങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഷ്ടം തന്നെ കേട്ടോ. ഇത്രയും കഴിവൊന്നും കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. കോൺഗ്രസ് ഇങ്ങനത്തെ വാശികളൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ്. അവർക്ക് അതിനെക്കുറിച്ച് അറിയൂല. കാരണം ഒന്നാമത്തെ എന്ത് കാര്യമാണോ ഇപ്പോഴും 2026 ഇവർ തിരിച്ചു വരുന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടില്ല. ഇത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള ഭരണം ഇവിടെ നടന്നിട്ടും ഇത്രയും ബാധ്യതകൾ വന്നിട്ടും കേരളം ഇത്രയും ബുദ്ധിമുട്ടിലെത്തിയിട്ടും അത് മാറ്റം വന്നിട്ടില്ല. അതിന് മാറ്റം വരാതിരിക്കാൻ അത് കോൺഗ്രസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാമത് നേതാക്കൾ തമ്മിൽ തന്നെ ഒരു ബന്ധമില്ല. അവർ തമ്മിലുള്ള എന്താ പറയുക, ഒരു കെമിസ്ട്രി തന്നെ വർക്കാവുന്നില്ല. അതൊക്കെ തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ നേരിട്ടാലേ 2026 തിരിച്ചു വരാൻ പറ്റും. ഇനി എന്തൊക്കെ പറഞ്ഞത്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് 10ഉം 11ലേക്കും കേന്ദ്ര വിഹിതം ലഭിച്ചില്ലെങ്കിൽ വെളിപ്പെടുത്തണം കേന്ദ്രമന്ത്രി. കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതിക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ കേന്ദ്ര വിഹിതം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഭവന മന്ത്രി ഹർദീപ് സിംഗ് പുരി ആവശ്യപ്പെട്ടു കേട്ടോ. മോദി വ്രതാനുഷ്ഠാനം തുടങ്ങി. അയോധ്യയിലേത് വലിയ ഉത്തരവാദിത്വം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി 11 ദിവസത്തെ വ്രതാനുഷ്ഠാനം ആരംഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ ഇത്രയും വികാരഭരിതനായ സന്ദർഭം മുമ്പുണ്ടായിട്ടില്ലെന്ന് എക്സിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ വികാരങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരം വികാരങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഭക്തിയുടെ വ്യത്യസ്തമായ അനുഭൂതിയാണിത്. ആഗ്രഹമുണ്ടെങ്കിലും അതിന്റെ ആഴവും പരിപ്പും വിവരിക്കാനാവുന്നില്ല. ഒട്ടേറെ തലമുറകൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ സന്നിഹിതനാകാനുള്ള അവസരമാണ് ലഭിച്ചത്. വലിയ ഉത്തരവാദിത്തമാണിത്. രാമക്ഷേത്ര ലക്ഷ്യത്തിനായി ജീവിതം സമർപ്പിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു എന്നും മോദി എക്സിൽ പറഞ്ഞിരിക്കുകയാണ്. നാസിക്കിലെ പഞ്ചവടിയിൽ നിന്നും 11 ദിവസത്തെ വ്രതാരംഭത്തെ തുടക്കമിടുന്നത് സന്തോഷമാണെന്നും സന്ദേശത്തിൽ പറയുന്നു. ഈ എക്സ് എന്ന് പറഞ്ഞ ട്വിറ്ററിന്റെ പുതിയ പേരാണ്. ഞാൻ അതൊന്ന് ഓർമ്മിപ്പിക്കുക, എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവില്ല എക്സ് എന്താണെന്ന്. അതേപോലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ആ വലിയൊരു നീളമേറിയ കടൽപ്പാലം രാജ്യത്തിന് സമർപ്പിച്ചു. 6 വരി പാതയാണ്. ഏകദേശം 21.1 കിലോമീറ്റർ ആണ് അതിന്റെ ദൂരം. അതുപോലെ തന്നെ ഏകദേശം 16.5 കിലോമീറ്റർ കടലിനോട് മുകളിലൂടെ മാത്രമാണ്. അദ്ദേഹം നടന്നു വരുന്ന ആ റോഡിലൂടെ നടന്നു വരുന്ന ഒരു ഫോട്ടോ ഉണ്ട്. മുംബൈയിൽ ഷിഫ്റ്റി നവസേന അടൽ സേതു രാജ്യത്തിന് സമർപ്പിച്ചതിലൂടെ പാലത്തിലൂടെ നടന്നു നീങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഗ്രൻ, ഗംഭീരം. ഇതൊക്കെ രാജ്യത്തിനെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടുവർത്തമാനമാണ്. അത് കുറെ കാര്യങ്ങൾ നടക്കുന്നു. ഇനി എന്താണ്, നമ്മൾ 12ലേക്കും 13ലേക്കും പോകുമ്പോഴത്തേനും വെള്ളം കണ്ടാൽ നിൽക്കില്ല. നമ്മൾ ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഒരു സാധനം ഉണ്ടല്ലോ. അത് വെള്ളം കണ്ടാലും നിൽക്കില്ല. ഒരു കുതിര ഏകദേശം അതിന്റെ ഫുൾ മുങ്ങി നിൽക്കുക, എന്നിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇന്തോനേഷ്യയിൽ ബാൻഡുങ്ങിൽ വെള്ളപ്പൊക്കത്തിനെ തുടർന്ന് കുതിരവണ്ടിയിൽ പലായനം ചെയ്യുന്നവർക്ക് തീരഭാവം നടക്കുകയാണ്. കഷ്ടം. അടുത്ത ലാസ്റ്റ് പേജിലേക്ക്, ലാസ്റ്റ് അല്ല 14ഉം 15ലേക്കും വരുമ്പോൾ ഇത്തവണ പേജ് കൂടുതലുണ്ട്. 14ഉം 15ലേക്കും വരുമ്പോൾ കമോൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയക്കെതിരെ കളിക്കുകയാണ്. അപ്പോൾ കമോൺ ഇന്ത്യ നടക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ യോഗ്യത ഉറപ്പിക്കാൻ വനിതാ ഹോക്കി ടീം. ഷൂട്ടിംഗിൽ 16 ഒളിമ്പിക് ക്വാട്ട റെക്കോർഡിട്ട് ഇന്ത്യൻ സംഘം. വെരി ഗുഡ്. 2036 ഒളിമ്പിക്സ് ശ്രമം ശക്തമാക്കി ഇന്ത്യ. വെരി ഗുഡ്. 2036 ഉറപ്പായിട്ടും ഒളിമ്പിക്സ് ഇന്ത്യയിൽ തന്നെ വരട്ടെ. KSRTC ലാസ്റ്റ് പേജിലേക്ക് വന്നു. KSRTC പെൻഷൻ പ്രാഥമിക സഹകരണ സംഘങ്ങൾ പിന്മാറുന്നു.
അതെന്താണെന്ന് വായിക്കാം. KSRTC പെൻഷൻ വിതരണത്തിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾ പിന്മാറുന്നു. വാഗ്ദാനം ചെയ്ത 8.8% പലിശ അപര്യാപ്തമാണെന്ന് കാണിച്ച സംഘങ്ങൾ സർക്കാരിന് കത്ത് നൽകി. കൺസോർഷ്യം രൂപവത്കരിക്കാൻ കേരള ബാങ്കിനെ ചുമതലപ്പെടുത്തി. ഉത്തരവ് ഇറങ്ങിയിരുന്നു. ധനഗതാഗത സഹകരണങ്ങൾ വകുപ്പുകൾ തമ്മിൽ തിരിച്ചറിവിന് ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു. എന്നാൽ പെൻഷൻ ഫണ്ടിലേക്ക് തുക നൽകാൻ സംഘങ്ങൾ വിമുഖത കാട്ടിയിട്ടുണ്ട്. പിന്മാറാൻ 2 കാരണങ്ങൾ. കഴിഞ്ഞ ആഴ്ച സഹകരണ നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 0.50 മുതൽ 0.75% വരെ ഉയർത്തിയിരുന്നു. 9% പലിശയ്ക്ക് വരെ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഉയർന്ന നിരക്കിൽ വായ്പ നൽകിയാലേ സംഘങ്ങൾ പ്രവർത്തന ലാഭം കിട്ടൂ. നിക്ഷേപത്തേക്കാൾ കുറഞ്ഞ 8.8% പലിശയ്ക്ക് KSRTC പെൻഷൻ വായ്പ കൊടുക്കാൻ ഭൂരിഭാഗം സംഘങ്ങൾ താല്പര്യമില്ല. പെൻഷൻ വിതരണം ചെയ്ത വകയിൽ 300 കോടി രൂപ സംഘങ്ങൾ നൽകാനുണ്ട്. 6 മുതൽ 1 വർഷം വരെ നീണ്ടതാണ് ഈ കുടിശ്ശിക. തിരിച്ചടവില്ലാത്ത പല സംഘങ്ങളുടെയും പ്രതിസന്ധിയിലാക്കി. കേട്ടോ, ഇതൊക്കെയാണ് പ്രശ്നം. എന്ത് ചെയ്യും? അവർക്കും പിടിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. നികൃഷ്ട മാധ്യമ ശ്രമം. അശോകൻ ചരുവിൽ പറഞ്ഞെങ്കിൽ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന അമിത അധികാരത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് വ്യാഖ്യാനിക്കാനുള്ള നികൃഷ്ട മാധ്യമ ശ്രമമാണ് നടന്നതെന്ന് എഴുത്തുകാരൻ അശോകൻ ചരുവിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. കേട്ടോ, MGയിൽ ജീവനക്കാർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ജനുവരി 24 ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പണിമുടക്കിന് MG യൂണിവേഴ്സിറ്റിയിൽ എംപ്ലോയീസ് യൂണിയൻ പിന്തുണ പ്രഖ്യാപിച്ചു. സംഘടനയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ പണിമുടക്ക് നോട്ടീസ് നൽകി. പരീക്ഷാ ഭവനിൽ നിന്നും ജീവനക്കാർ പ്രകടനമായി എത്തിയാണ് വൈസ് ചാൻസലർക്ക് നോട്ടീസ് നൽകിയത്. അപ്പോൾ നമ്മളിന്ന് കാകദൃഷ്ടി വായിച്ചില്ല. കാകദൃഷ്ടിയിൽ രക്ഷാപ്രവർത്തകർ കണ്ണൂരിൽ സ്വീകരണം, അനുഭവങ്ങൾ കരുത്താകുമെന്നും MLA. അപ്പോൾ ചെടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ട് ജീവൻ രക്ഷിക്കാമെന്നാണ് അനുഭവം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാകദൃഷ്ടിയും കാര്യങ്ങളുമാണ്. സോ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പത്രത്തിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസുകൾ ഇതൊക്കെ തന്നെ, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് മാതൃപത്രത്തിലും ഇന്നും ഉള്ളത്. പിന്നെ അതിൽ ഏറ്റവും വളരെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഡോക്ടർ ജിജുവിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കി ഒരു ശസ്ത്രക്രിയ ചെയ്ത്, ഒരു കീ ഹോൾ സർജറി ചെയ്ത് അത് വിജയിച്ചു. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന്റെ ധൈര്യവും അദ്ദേഹത്തിനുള്ള ആ വർക്കിനുള്ള പാഷനും കൊണ്ടാണ്. സോ അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടി. അതുപോലെ തന്നെ ഇപ്പോൾ വേറൊന്നും പറയാനില്ല. അപ്പോൾ ശനിയാഴ്ച അടിച്ചു പൊളിക്കൂ. നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. വേറൊന്നും പറയാനില്ല. ഗുഡ് മോർണിംഗ്.